അസ്ഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട്. ഏതാണ് കേരളത്തിലെ അസ്ഹർ? നമ്മുടെ ഫറൂഖ് കോളേജ് ആണ് കേരളത്തിലെ അസ്ഹർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നദ്വത്തുൽ ഉലമാനെ പറ്റി പൊതുവെ പരീക്ഷകളിൽ ചോദിക്കുന്നത് ഇവരിറക്കുന്ന മാഗസിനുകളുടെ ഇവരിറക്കുന്ന ആ ഒരു ജേണൽസിന്റെ പേരിലാണ് നദ്വത്തുൽ ഉലമാ പ്രശസ്തമായിട്ടുള്ളത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സഫീന. ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടറ്റ് അറബിക്കിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറാക്കിസുൽ ഇസ്ലാമിയ അൽ അറബിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ അറബിക് ഇസ്ലാമിക് സ്ഥാപനങ്ങളെ പറ്റിയാണ്. നമ്മുടെ കേട്ടറ്റിന്റെ കഴിഞ്ഞ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇങ്ങനെ ഇന്ത്യയിലെ സ്ഥാപനങ്ങളെ പറ്റി ചോദിക്കുന്നതായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്ഥിരം ഒരു സ്ഥാപനത്തെ പറ്റി ചോദിക്കുന്നു എന്നല്ല, ഇന്ത്യയില് അറബിയായിട്ട് കണക്ട് ചെയ്ത് ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അതിനെ പറ്റി മിക്കവാറും ചോദ്യ പേപ്പറുകളിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കുറച്ച് സ്ഥാപനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തതും വളരെ പ്രശസ്തമായതുമാണ് ജാമിഅത്തു ദാറുൽ ഉലൂം ദയൂബന്ദ്. നമ്മളിപ്പോ ഒരു സംഘടനകളെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാകുന്ന, അപ്പൊ നമുക്ക് കാണാം സ്ഥിരമായിട്ട് എന്തൊക്കെയാ ചോദിക്കാറ്. ഒന്ന്, ആ ഒരു സ്ഥാപനം സ്ഥാപിച്ച വർഷം, ഇനിയോ അത് സ്ഥാപിച്ച സ്ഥാപകനെ പറ്റി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ഥാപിച്ച സ്ഥലം, എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ പറ്റിയും ചോദിക്കാറുണ്ട്. വളരെ ചുരുക്കം ചില സ്ഥാപനങ്ങൾക്ക് ചില ലക്കബുകൾ, ചില അപരനാമങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെ പറ്റിയും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മളൊരു സ്ഥാപനത്തെ പറ്റി പഠിക്കുമ്പോൾ ഓർത്തു വെച്ചാലും മതി, അഥവാ പഠിച്ചു വെച്ചാലും മതി. ഇതിനെ പറ്റിയേ പൊതുവെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമാണ്, വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുക. നമ്മൾ പറഞ്ഞു ദാറുൽ ഉലൂം ദയൂബന്ദ്, ദയൂബന്ദിലെ ജാമിഅത്തു ദാറുൽ ഉലൂം ഇറക്കൽ ജാമിഅത്തുൽ ഹിന്ദിയ. ഇപ്പോ നിലവിലുള്ള യൂണിവേഴ്സിറ്റികളിൽ വെച്ച്, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ദാറുൽ ഉലൂം ദയൂബന്ദ്. ഇത് സ്ഥാപിക്കുന്നത് 1867 വർഷം നോട്ട് ചെയ്തു വെച്ചോളൂ. 1867 ഇത് സ്ഥാപിക്കുന്നത്. മുഅസ്സസ്, ഇനി ആരാണിത് സ്ഥാപിച്ചത്? മുഹമ്മദ് കാസിം നാനൂതവി. മുഹമ്മദ് കാസിം അൽ നാനൂതവി. ഈ നാനൂതവി എന്നുള്ളത് ഒരു സ്ഥലപ്പേരാണ്, അതിലേക്ക് ചേർത്ത് പേര് വിളിക്കുന്നതാണ്. പിന്നെയോ ഈ ദാറുൽ ഉലൂം ദയൂബന്ദിന് ഒരു ലഖബ് ഉണ്ട്, ഒരു അപരനാമമുണ്ട്. എന്താണ്? അസ്ഹറുൽ ഹിന്ദ്, ഇന്ത്യയിലെ അസ്ഹർ. ഇന്ത്യയിലെ അസ്ഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് ദാറുൽ ഉലൂം ദയൂബന്ദ്. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ അസ്ഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട്. ഏതാണ് കേരളത്തിലെ അസ്ഹർ? നമ്മുടെ ഫറൂഖ് കോളേജ് ആണ് കേരളത്തിലെ അസ്ഹർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇത് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തർപ്രദേശിലെ ദയൂബന്ദിലാണ് ജാമിഅത്തു ദാറുൽ ഉലൂം ദയൂബന്ദ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജാമിഅത്തു ദാറുൽ ഉലൂം ദയൂബന്ദിനെ പറ്റി പഠിക്കാനുള്ളത്. എന്താണ്? 1867 സ്ഥാപിച്ചു. മുഹമ്മദ് കാസിം നാനൂതവിയാണ് അത് സ്ഥാപിച്ചത്. അസ്ഹറുൽ ഹിന്ദ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ ദയൂബന്ദിലാണത് സ്ഥാപിക്കുന്നത്. ഇനിയോ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിഅത്തു അലിഗർ അൽ ഇസ്ലാമിയ. നമുക്ക് എല്ലാവർക്കും അറിയാം, കേട്ട് കേൾവിയുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണല്ലേ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗർ എന്നാണ് എഴുതുന്നത് എങ്കിലും നമ്മൾ പൊതുവെ സംസാരത്തില് അലിഗഡ് എന്നാ പറയുന്നത്. അപ്പോ അലിഗഡ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അഥവാ AMU ഇത് സ്ഥാപിക്കുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പിന്നെയോ ഇത് സ്ഥാപിക്കുന്നത് 1875 ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോൾ അതിന് പേര് കൊടുത്തത് മദ്രസത്തുൽ ഉലൂം എന്നാണ്. ചില പുസ്തകങ്ങളില് മദ്രസത്തുൽ മുഹമ്മദൻ അൽ ഇൻജിലീസിയ അഷ്ശർഖിയ എന്ന പേരും കൂടി കാണപ്പെടുന്നുണ്ട്. എന്നാൽ 1920 ഇത് അലിഗർ എന്ന പേരിലേക്ക് പേര് മാറ്റുന്നത് അപ്പോഴാണ്, 1920.
ഇത് സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്, ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് AMU അഥവാ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. മുഅസ്സസിനെ ഓർത്തു വെക്കുക, സർ സയ്യദ് അഹമ്മദ് ഖാൻ 1875 അത് സ്ഥാപിച്ചു. 1920 അലിഗഡ് എന്ന പേര് സ്വീകരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥാപിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അഥവാ യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മിലിയ അൽ ഇസ്ലാമിയ. ഇതാ സ്ഥാപിച്ച സമയത്തൊന്നും പൊതുവെ പ്രശസ്തമായില്ല എങ്കിലും പിന്നീട് നമ്മുടെ CAA പോലെയുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പൊതുവെ ഇന്ത്യ ഒട്ടാകെ നമ്മൾ കേട്ട പേരാണ് ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി അഥവാ JMI. ഇത് സ്ഥാപിക്കുന്നത് മൗലാന മുഹമ്മദ് അലി ജൗഹർ ആണ്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച അഥവാ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് ജാമിയ മിലിയ അൽ ഇസ്ലാമിയ സ്ഥാപിക്കുന്നത്. 1920 സ്ഥാപിക്കുന്നത്. കാനഫി അലിഗഡ്. ആദ്യം ഇത് അലിഗഡിലായിരുന്നു. അലിഗഡ് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ആ സ്ഥലത്തായിരുന്നു. പിന്നീട് ഇത് ഡൽഹിയിലേക്ക് മാറ്റപ്പെടുകയാണ്, ഡൽഹിയിലേക്ക് മാറാണ് ചെയ്യുന്നത്. അടുത്ത സ്ഥാപനം ദാഇറത്തുൽ മആരിഫ് അൽ ഉസ്മാനിയ. ഇതിന്റെ മുഅസ്സസ് വരുന്നത് മൗലാന ഹുസൈൻ അൽ ബൽഗ്രാമിയും മൗലാന അബ്ദുൽ കയ്യൂമും ആണ്. ദാഇറത്തുൽ മആരിഫ് അൽ ഉസ്മാനിയ എന്താണ്? ഉസ്മാനിയ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. പിന്നെയോ 1888 സ്ഥാപിക്കുന്നത്. മൗലാന ഹുസൈൻ അൽ ബൽഗ്രാമിയും മൗലാന അബ്ദുൽ കയ്യൂമും. ഹൈദരാബാദിലാണിത് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രശസ്തമായ സംഘടനയാണ് നദ്വത്തുൽ ഉലമ. ഇത് സ്ഥാപിക്കുന്നത് മുഹമ്മദ് അലി അൽ മുൻകീരിയും ഒരു സ്ഥലത്തിന്റെ പേരാണ്. 1892 സ്ഥാപിക്കുന്നത്. എവിടെയാണ്? ലക്നൌവിലാണ് നദ്വത്തുൽ ഉലമ സ്ഥാപിക്കുന്നത്. നദ്വത്തുൽ ഉലമാനെ പറ്റി പൊതുവെ പരീക്ഷകളിൽ ചോദിക്കുന്നത് ഇവരിറക്കുന്ന മാഗസിനുകളുടെ ഇവരിറക്കുന്ന ആ ഒരു ജേണൽസിന്റെ പേരിലാണ് നദ്വത്തുൽ ഉലമ പ്രശസ്തമായിട്ടുള്ളത്. എന്തൊക്കെയാണ്? അൽ ലുയാ പോലെ, അൽ ബാസുൽ ഇസ്ലാമി പോലെ, റായിദ് പോലെയുള്ള ജേണൽസ് ഒക്കെയും നദ്വത്തുൽ ഉലമാന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അത് ഓർത്തു വെക്കുക. അടുത്തത് അൽ ജാമിയ സലഫിയ ബനാറസ്. ജാമിയ സലഫിയ ബനാറസിന്റെ സ്ഥാപകൻ ഷെയ്ഖ് യൂസഫ് അൽ ഫൗസാൻ ആണ് എങ്കിലും പൊതുവെ ഇദ്ദേഹത്തെ പറ്റിയല്ല ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ ഒരു പോയിന്റ് ആണ് പൊതുവെ പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. അഥവാ അഹ്ലുൽ ഹദീസ് അസ്സസഹ അൽ ജമാഅത്തു അഹ്ലുൽ ഹദീസ്. അഹ്ലുൽ ഹദീസുകാര് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് എന്ന തരത്തിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അത് ജാമിയ സലഫിയ ബനാറസിലാണ്. ബനാറസിലുള്ള ജാമിയ സലഫിയാണ് അഹ്ലുൽ ഹദീസ് സംഘടന സ്ഥാപിച്ചത്. സ്ഥാപിക്കപ്പെടുന്നത് 1963 അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അറബിക് സ്ഥാപനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. ജാമിഅത്തു ദാറുൽ ഉലൂം ദയൂബന്ദ് സ്ഥാപിക്കുന്നത് മുഹമ്മദ് ഖാസിം നാനൂതവി. അസ്ഹറുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇത് സ്ഥാപിക്കുന്നത് ദയൂബന്ദിലാണ്, ഉത്തർപ്രദേശിലുള്ള. അടുത്തത് അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. 1875 സ്ഥാപിക്കുമ്പോൾ മദ്രസത്തുൽ ഉലൂം എന്ന പേരിലൊക്കെയായിരുന്നു അറിയപ്പെട്ടത്. 1920 അലിഗഡ് എന്ന് നാമകരണം ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥാപിച്ചത്. ജാമിയ മിലിയ ഇസ്ലാമിയ മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് സ്ഥാപിക്കുന്നത്. 1920 സ്ഥാപിക്കപ്പെടുന്നത്. അലിഗഡിലാണെങ്കിലും പിന്നീട് അത് ഡൽഹിയിലേക്ക് മാറ്റുകയാണ്. ദായിറത്തുൽ മആരിഫ് അൽ ഉസ്മാനിയ അഥവാ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് മൗലാന ഹുസൈൻ അൽ ബൽഗ്രാമിയും മൗലാന അബ്ദുൽ കയ്യൂമുമാണ്. 1888 ഇത് സ്ഥാപിക്കുന്നത്. സ്ഥലം വരുന്നത് ഹൈദരാബാദ് ആണ്. നദ്വത്തുൽ ഉലമ സ്ഥാപിക്കുന്നത് മുഹമ്മദ് അലി അൽ മുൻകീരിയാണ്. 1892 ഇത് സ്ഥാപിക്കുന്നത്. ലക്നൌവിലാണ് സ്ഥാപിച്ചത്. നദ്വത്തുൽ ഉലമാന്റെ ജേണലുകളെ പറ്റി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ജാമിയ സലഫിയ ബനാറസ് അസ്സസഹ അൽ ജമാഅത്തു അഹ്ലുൽ ഹദീസുകാര് സ്ഥാപിച്ച സ്ഥാപനമാണ് ജാമിയ സലഫിയ ബനാറസ്. അത് സ്ഥാപിക്കുന്നത് ഷെയ്ഖ് യൂസഫ് അൽ ഫൗസാൻ ആണ് 1963. അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തമായ അറബിക് സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി
കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഇനി വരുന്ന കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇനി നമുക്ക് മുൻപിൽ കുറച്ചധികം സമയമുണ്ട്. ഒരുപാടൊന്നുമല്ല എങ്കിലും എക്സാം വളരെ അടുത്തല്ല, ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈയിലൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ അത്രയും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പോർഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ഇത്തവണത്തെ കേട്ടറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ, ഇത്തവണത്തെ കേട്ടറ്റ് നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾ CCയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ടൈം ടേബിളോട് കൂടിയും സ്റ്റഡി പ്ലാനോട് കൂടിയും നിങ്ങളുടെ എല്ലാ പോർഷൻസും ഈ ഒരു ദിവസങ്ങൾക്കുള്ളിൽ കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്പിലെ ക്ലാസ്സുകൾ മാത്രമല്ല, ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ അറബിയുടെ കോച്ചിങ് മാത്രമല്ല, ലാംഗ്വേജും സൈക്കോളജിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.